ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന് വിദഗ്ധ ചികിത്സ വേണമെന്ന് മെഡിക്കൽ ബോർഡ്. വ്യത്യസ്ത പ്രായങ്ങളിൽ ഓരോ അവയവങ്ങൾക്കും ചികിത്സ നൽകണം. അതേസമയം സൗജന്യ ചികിത്സ നൽകുന്നതിൽ സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. കുഞ്ഞിന്റെ ചികിത്സയും ആരോഗ്യനിലയും വിലയിരുത്താൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലായിരുന്നു മെഡിക്കൽ ബോർഡ് ചേർന്നത്. ഏതു നിമിഷവും കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മെഡിക്കൽ ബോർഡ് കുടുംബത്തെ അറിയിച്ചു. കുഞ്ഞിന് 5 വയസ്സുവരെ മികച്ച പരിചരണം ആവശ്യമാണ്. 4-ാം വയസ്സിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തണം. കുഞ്ഞ് വളർന്ന ശേഷം കാലിനും വിദഗ്ധ ചികിത്സ വേണം. ശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസമുണ്ട്. ന്യൂമോണിയ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മെഡിക്കൽ ബോർഡ് കുടുംബത്തെ അറിയിച്ചു. എന്നാൽ കുഞ്ഞിന്റെ ചികിത്സ സൗജന്യമാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. വണ്ടാന ആശുപത്രിയിൽ നിന്ന് ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇതുവരെ നമുക്ക് നടന്നിട്ടില്ല. ഈ കുഞ്ഞിന്റെ ഈ വൈകല്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചികിത്സയും നടന്നിട്ടില്ല. ഇത് സർക്കാർ ആശുപത്രിയിൽ നടക്കത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ വിദഗ്ധമായ ചികിത്സ എവിടെയാണോ അങ്ങോട്ട് തന്നെ വിടണം. സർക്കാർ ഇത് ഏറ്റെടുത്തിട്ടുമില്ല. സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുകയും ചെയ്യുന്നു. കുട്ടി ജനിച്ച് 46 ദിവസങ്ങൾക്ക് ശേഷമാണ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പരിശോധന നടത്തി മെഡിക്കൽ ബോർഡ് വ്യക്തത വരുത്തിയത്. കുറ്റക്കാരായ ഡോക്ടേഴ്സിനെതിരെ നടപടിയെടുക്കുക, വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാക്കുക, കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട്. 24 ആലപ്പുഴ.